അസ്സലാമലൈക്കും. ഇന്ന് വന്നിരിക്കുന്ന ക്രിസ്പി ചിക്കൻ റിങ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എല്ലാവരും കണ്ടു നോക്കണം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നൊരു ക്രിസ്പി ചിക്കൻ റിങ്സാണ്. അതിന് വേണ്ടി ഞാൻ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് ഉപ്പും കുരുമുളകിട്ട് വേവിച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നോക്കുക, ഒരു വലിയ ചിക്കൻ്റെ ബ്രസ്റ്റാണ്. കോൺഫ്ലെക്സ് പൊടിച്ചത്, അതൊരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ. കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി. സവാള കൊത്തിയരിഞ്ഞത്, 2 സവാള കൊത്തിയരിഞ്ഞത്, നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ. പച്ചമുളക് 2 പച്ചമുളക്, കുറച്ച് എരിവുള്ളതാണ്, അതുകൊണ്ട് 2 പച്ചമുളക് കൊത്തിയരിഞ്ഞത്. സ്പ്രിംഗ് ഓണിയൻ ഇലയോടുകൂടി, ഇലയും തണ്ടും കൂടി അരിഞ്ഞത് 1 ടീസ്പൂൺ. സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻസ് 1 ടേബിൾ സ്പൂൺ. റെഡ് ചില്ലി സോസ് 1 ടേബിൾ സ്പൂൺ. റെഡ് ചില്ലി സോസ്, സോയാ സോസ് 1 ടേബിൾ സ്പൂൺ. സോയാ സോസ് ഒഴിക്കുമ്പോൾ നമ്മൾ ഉപ്പ് വളരെ നോക്കിയിട്ട് ശ്രദ്ധിച്ചിടണം. സോയാ സോസിന് ഉപ്പുള്ളതാണ്. അപ്പോൾ ഞാനൊരു ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. നോക്കിയിട്ട് വേണമെങ്കിൽ ഇടാം. നമ്മൾ ചിക്കനിലും ഉപ്പിട്ട് വേവിച്ചതാണ്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യും. കൈ വെച്ച് തന്നെ നന്നായിട്ട് മിക്സാക്കും. എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കണം. അതിൽ കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്, ഒന്ന് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് വെള്ളം ആക്കിയിട്ട് നമ്മൾ നോക്കിയിട്ട് എടുക്കണം കേട്ടോ. നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്യുന്ന അങ്ങനെ ചിക്കൻ റിങ്സാക്കി കിട്ടണം. അതിന് വേണ്ടിയിട്ടുള്ള അത്ര വെള്ളം. പാകത്തിന് ഉപ്പെല്ലാം നോക്കണം. നോക്കുന്നതാണ് നമുക്ക് പിടിക്കാൻ പറ്റും. അത്രയും കുറച്ചും കൂടി വെള്ളം വേണം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഞാൻ സോയാ സോസ് കുറച്ച് ഒരു ടീസ്പൂൺ സോയാ സോസും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം നോക്കിയിട്ട് ഓരോരുത്തരുടെ പാകത്തിന് നോക്കി ഒഴിക്കണം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം. നല്ല ലൈക്കും കമൻറ്റും ഉണ്ടാകും. ഓക്കെ, ഇത് നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ പിടിച്ച് ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള ഉരുളകളാക്കി എടുത്തിട്ട് കയ്യിൽ വെച്ച് നിന്നിട്ട് ഇതുപോലൊരു റിങ് പോലെ ആക്കി എടുക്കണം. നമ്മൾ ഉഴുന്നുവടയുടെയൊക്കെ ഷേപ്പിൽ വെച്ചിട്ട് എടുക്കാം. നല്ല ഷേപ്പ് ചെയ്ത് ഇങ്ങനെ ഇതുപോലെ എടുക്കണം. എല്ലാം ഞാനിതുപോലെ എല്ലാം റിങ്സാക്കി എടുക്കാം. അപ്പം ഞാൻ എൻ്റെ എല്ലാം റിങ്സും ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഉഴുന്നുവടയുടെ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കോട്ട് ചെയ്തെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് മൈദാപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി, 1 ടീസ്പൂൺ ചാറ്റ് മസാല, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കും. മൈദപ്പൊടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് കോൺഫ്ലേക്സ് പൊടിച്ചിവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ 2 മുട്ട, അതും നന്നായിട്ട് കലക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇടാം. റിങ്സ് ആദ്യം നമ്മുടെ ഈ മൈദയിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം.
കുറച്ച് മൈദയിൽ നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് നമ്മുടെ മുട്ടയിൽ ഡിപ്പ് ചെയ്യണം. മുട്ടയിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കോൺഫ്ലെക്സിൽ കോട്ട് ചെയ്യാം. നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. സൂക്ഷിച്ച് ചെയ്യണം, അത് പൊട്ടിപ്പോകും. നമുക്ക് സൂക്ഷിച്ച് ചെയ്ത് ഇങ്ങനെ കോട്ട് ചെയ്ത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. എല്ലാം നമുക്ക് പോലെ ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ആദ്യം മൈദയിൽ ഡിപ്പ് ചെയ്തു, നമ്മുടെ മുട്ടയിൽ ഡിപ്പ് ചെയ്തു, അതിന് കോൺഫ്ലെക്സ്. ഇതെല്ലാം ഞാൻ ഇതുപോലെ ഡിപ്പ് ചെയ്തെടുക്കട്ടെ. എല്ലാം നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനുള്ളൂ. നമുക്കത് ഫ്രൈ ചെയ്യാം. അപ്പം നമ്മളുടെ കടായി ചൂടായിട്ടുണ്ട്. അതിൽ ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ഒഴിച്ച് ചൂടായിട്ട് നമുക്ക് ചിക്കൻ റിങ്സ് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതാ വെച്ച് ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 ഭാഗം കരിച്ചെടുക്കാം. മിക്സെല്ലാം മറിച്ചിടാം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല ലൈക്കും കമൻറ്റൊക്കെ തരണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് എപ്പോഴും വേണ്ടത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മളുടെ റിങ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. കൊടുക്കുക. ഒന്നും എണ്ണ കുടിച്ചിട്ടില്ല കേട്ടോ. എണ്ണ കുടിക്കുന്നില്ല. നമ്മൾ നല്ല കോൺഫ്ലെക്സ് എല്ലാം ഡിപ്പ് ചെയ്തെല്ലാം എടുത്തിട്ടുള്ളത്. നല്ല സൂപ്പർ ടേസ്റ്റാണ് തരും. ഞാൻ വെറുതെ പറയുന്നത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എനിക്ക് ഫീഡ്ബാക്ക് തരണം. അവിടെ റിങ്സ് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊന്ന് പ്ലേറ്റ് ചെയ്തിട്ട് കൊണ്ടുവരാം. ഇതാ എൻ്റെ ചിക്കൻ റിങ്സ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല മയണൈസൊക്കെ കൂട്ടിയിട്ട്. ഇതാണ്ട് നന്നായിട്ട് കഴിക്കണം. സൂപ്പർ ഡെലീഷ്യസ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരും നല്ല ലൈക്കും കമൻറ്റും തരണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും.